ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാദിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ ജുമുഅയിലാണ് നമ്മളുള്ളത്. എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ അവരെല്ലാം നോമ്പനുഷ്ഠിച്ചവരാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗം ലഭിക്കണം എന്ന മോഹത്തോടു കൂടി നോമ്പ് നോറ്റ് നേരത്തെ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നവരാണ്. ഈ ജുമുഅ ഖുതുബയിൽ കുട്ടികൾക്ക് കൂടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് എല്ലാ മക്കളും ജുമുഅയിൽ മാത്രം, ഖുതുബയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റു കളികളിലൊന്നും ഏർപ്പെടാതെ, ആരെങ്ങനെ കളിച്ചാലും ഇവിടുന്ന് എല്ലാരെയും കാണാൻ പറ്റും. ഞാൻ കാണാതെ കളിക്കാൻ എത്തിയാല് ഈ മിമ്പറിന് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ, എല്ലാരും ശരിക്കും കാണാമല്ലോ. ഇവിടുന്ന് കാണില്ലെങ്കിലും പടച്ചോൻ ശരിക്കും കാണും. അപ്പൊ നിങ്ങളെ നോമ്പിന്റെ കൂലി കുറയും. അതുകൊണ്ട് കാക്കാര് പറയാൻ നിൽക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മറ്റെല്ലാ കളിയും ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് ഒഴിവാക്കുക. അതേപോലെ തന്നെ മറ്റു ആളുകളും AC ഒക്കെ ഉള്ള പള്ളിയാണ്, നോമ്പാണ്, ക്ഷീണം ഉണ്ടാകും. നല്ല കംഫർട്ട് സോണിൽ പോയി ഉഷാറായിട്ട് ചാരി ഇരുന്നാൽ പെട്ടെന്ന് ഉറക്കം വരും. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒന്ന് അനങ്ങി സൗകര്യമുള്ള രീതിയിൽ ഖുതുബ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഇരുന്നാൽ തീർച്ചയായിട്ടും അത് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അല്ലാഹു ഈ ഒരു ജുമുഅയെ സ്വീകരിക്കപ്പെടുന്ന കർമ്മമാക്കി നമ്മിൽ നിന്ന് മാറ്റി തീർക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഇത് സ്വർഗം ലഭിക്കുവാനുള്ള കാരണമാക്കി മാറ്റി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ ചരിത്ര സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ കേൾപ്പിക്കട്ടെ. ഉസൈദ് ബിനു ഹുദൈർ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം രാത്രി സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് ഖിയാമുൽ ലൈൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാനിലല്ല, അല്ലാത്തൊരു സമയത്താണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഷെഡിൽ കെട്ടിയിരിക്കുന്ന കുതിര
അതിശക്തമായി കാലിട്ടടിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന രംഗം ഒരല്പം ഭീകരമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം തന്റെ ഖുർആൻ പാരായണം പതുക്കെയാക്കി. അപ്പോൾ കുതിര തന്റെ പിടച്ചിൽ നിർത്തി. അല്പം കഴിഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം ഖുർആൻ സൂറത്തുൽ ബഖറ ദീർഘമായി പാരായണം ചെയ്യാൻ ഒരുപാടുണ്ടല്ലോ. ഈ ശബ്ദത്തിന്റെ ഖുർആന്റെ ശബ്ദം ഉയർന്നപ്പോ വീണ്ടും കുതിരയുടെ ശബ്ദം, കാലിട്ടടിക്കുന്ന ശബ്ദിക്കുന്ന അത് അദ്ദേഹം വീണ്ടും കേട്ടു. അപ്പോൾ അദ്ദേഹം ശബ്ദം വീണ്ടും കുറച്ചു. മൂന്നാമത് ഇതേ രീതിയിൽ ഖുർആനിന്റെ ശബ്ദം ആത്മാർത്ഥമായി ഓതും അതിങ്ങനെ കൂടിയപ്പോ കുതിരയുടെ ശബ്ദവും കൂടി. ഒരു വേള അദ്ദേഹം ഭയപ്പെട്ടു. എന്താണ് ഇതിന് കാരണം? നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോ അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോ ആകാശം കാണുന്നില്ല. ആകാശത്തിന് തടസ്സമായി എന്തോ വിരിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം അകത്ത് കയറി. പിറ്റേ ദിവസം സുബൈ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, താങ്കളുടെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി അതിന്റെ മാധുര്യം കാരണം വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങിയതായിരുന്നു. താങ്കൾ നിർത്താതെ പാരായണം ചെയ്ത് അത് തുടർന്നിരുന്നുവെങ്കിൽ നേരം പുലരുമ്പോൾ ആളുകൾക്ക് ആകാശത്ത് പറക്കുന്ന മാലാഖമാരെ, മലക്കുകളെ കാണാൻ സാധിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഖുർആൻ, റമളാൻ, ഇത് രണ്ടും വേർപെടുത്താൻ സാധിക്കുകയില്ല. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. റമളാൻ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടത് ഖുർആനുമായിട്ടാണ്. അത്രയും ഗാഢമായ, വേർപെടുത്താനാവാത്ത ബന്ധമാണ് ഖുർആനും റമളാനും തമ്മിലുള്ളത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, നോമ്പിന്റെ നിർബന്ധമാക്കുന്ന ആയത്ത് പറഞ്ഞതിന് ശേഷം തൊട്ട് താഴെയായി അല്ലാഹു പറയുകയാണ്, റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഹുദൽ ലിന്നാസി, ആളുകൾക്ക് സന്മാർഗം, എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതിന് വഴി കാണിക്കുന്ന ഗ്രന്ഥം. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, തെറ്റും ശരിയും വേർപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്ന മാസമാണ് വിശുദ്ധ റമളാൻ മാസം. ഈ റമളാൻ മാസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം, ജമാഅത്തിലൊക്കെ പങ്കെടുക്കണം, സദഖ ചെയ്യണം, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യണം. കഴിയുന്നത്ര ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന വിഷയത്തിൽ തന്നെയാണ്, അഥവാ ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിലാണ്. അതാണ് ഏറ്റവും പ്രധാനം. പണ്ഡിതന്മാർ ഖുർആൻ പഠനത്തിന്റെ 5 തലങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തേത് അൽ ഇസ്തിമാ എന്ന് അറബിയിൽ പറയും, ശ്രദ്ധിച്ചു കേൾക്കൽ, ലിസണിങ്. കേൾവിയും ശ്രദ്ധിച്ച് കേൾക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മുകളിലുള്ള AC-യിൽ നിന്ന് ഒരു ചെറിയ ശബ്ദമുണ്ട്. പുറത്തു നിന്ന് ഇടയ്ക്ക് വാഹനത്തിന്റെ ഹോണടി കേൾക്കാൻ സാധ്യതയുണ്ട്. ചിലരുടെയെങ്കിലും ചുമയ്ക്കലോ മറ്റ് ചെറിയ ശബ്ദങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പുറമെ നമ്മുടെ ശ്വാസത്തിന്റെ ശബ്ദമുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല, അറിയാതെ കേട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ? അത് ഖുത്ബയാണ്. അതാണ് ലിസണിങ്. ഇസ്തിമാ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കലാണ്. മറ്റെന്ത് അപശബ്ദങ്ങൾ ഉണ്ടായാലും അതിലേക്കൊന്നും തെറ്റിപ്പോവാതെ എന്താണോ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെ ശ്രദ്ധിക്കുന്നതിനാണ് ഇസ്തിമാ എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ ഖുരിഅൽ ഖുർആനു, ഖുർആൻ കേട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ലഹു വഅൻസിതു, നിങ്ങൾ അതിനു വേണ്ടി മറ്റെല്ലാ സംസാരവും നിർത്തി അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ലഅല്ലകും തുർഹമൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. എന്ത് രസമായിരിക്കും അത്! മനോഹരമായി മിഹ്റാബിൽ നിന്നിട്ട് ഹാഫിളായ നമ്മുടെ ഇമാമ് തറാവീഹിന് ഇങ്ങനെ ഓതുമ്പോ
നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. ഒരു പക്ഷേ ഹജ്ജിനോ ഉംറക്കോ പോയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിന്റെ പിന്നിൽ നമസ്കരിക്കാൻ അവസരം കിട്ടിയപ്പോ എത്ര ശ്രദ്ധയോടെയാണ് നമ്മളത് കേട്ടിട്ടുള്ളത്. നമ്മൾ പോലും അലിഞ്ഞില്ലാതായി തീരുന്ന രീതിയിൽ അതിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, പഠിച്ചോനെ ഈ നമസ്കാരം തീരാതിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ ഹറമെന്ന് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. ആ ഓത്തിന്റെ സുദൈസിന്റെയും ഷുറൈമിന്റെയും ഒക്കെ പാരായണത്തിന്റെ മനോഹാരിത കാരണം ഇസ്തിമായിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സന്ദർഭം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏത് കാര്യത്തിന്റെ ഖിറാഅത്ത് കേൾക്കണമെങ്കിലും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ ഒരു അവസരം ഇതിന്റെ മുൻപ് ഒരു കാലത്തുണ്ടായിട്ടില്ല. ഒരു 10-20 കൊല്ലം മുമ്പ് ഹറമിലെ ഇമാമിന്റെ ഓത്ത് കേൾക്കണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോണം. ഇന്നിപ്പോ നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ വാഹനത്തിലുള്ള MP3-യിൽ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ വെച്ച് കേൾക്കുവാനുള്ള സൗകര്യം. വിശുദ്ധ ഖുർആനോടുള്ള ഒന്നാമത്തെ കടപ്പാട് അത് ഓതുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെപ്പോലെ ഒരു അവസരം ലോകത്ത് ഒരാൾക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ബാധ്യത കൂടുതലാണ്. കുട്ടികൾക്കൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് തിക്റാർ, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഉസ്താദിന്റെ രീതിയിൽ പഠിപ്പിക്കുന്ന യൂട്യൂബ് ലിങ്കുകളും അതേപോലെ തന്നെ ആപ്പുകളും ലഭ്യമാണ്. അമ്മ സൂറത്തിന്റെ അമ്മയത്തെ ഉസ്താദ് ഓതിക്കൊടുക്കുന്നു, കുട്ടി അത് ഏറ്റോതുന്നു. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള 5 വയസ്സുള്ള 6 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടിക്ക് അതങ്ങോട്ട് വെച്ചു കൊടുത്താൽ ആ കുട്ടി അതിന്റെ കൂടെ ഓതി 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 സൂറത്തിന്റെ അറിയാതെ പഠിച്ചോളും. അങ്ങനെ ഇസ്തിമാഇന് ഇതുപോലെ ഒരു അവസരം ലഭിച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒന്നാമത്തെ ബാധ്യത ഖുർആൻ ഓതുമ്പോൾ അത് ശ്രദ്ധിക്കുക, മറ്റ് സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ബാധ്യത ഖുർആൻ പാരായണമാണ്. മറ്റത് ഓതുന്നത് കേൾക്കലാണ്. രണ്ടാമത്തേത് നമ്മൾ ഓതലാണ്. ഓതാന്ന് പറയുമ്പോ ഓതി തീർക്കുന്ന ഒരു ഓത്തുണ്ട്. അത് ഹത്തം തീർക്കുന്നത് നല്ലത് തന്നെയാണ്. ചിലർ ഒരു തവണയെങ്കിലും റമദാനിൽ തീർക്കും, ചിലർ 2, 3 ഒക്കെ തീർക്കാറുണ്ട്. 5 ദിവസം കൊണ്ടൊക്കെ ഖത്തം തീർക്കുന്ന, അതിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ഖത്തം തീർക്കുന്ന, ഒരു റമദാനിൽ 4, 5, 6 തവണ പോയി തീർക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഒരു തവണയാണ് നമ്മൾ ഓതുന്നത് എങ്കിലും ആ ഓതുന്നത് വൃത്തിയിലും ശ്രദ്ധയിലും ശുദ്ധിയിലും ഓതുക. നിങ്ങൾ ഖുർആൻ അത് ഓതേണ്ടുന്ന രീതിയിൽ നിർത്തേണ്ടിടത്ത് നിർത്തിയും വഖഫ് ചെയ്യേണ്ടത് അത് ചെയ്തും ഉന്നത്ത് സഹിതം മണിക്കേണ്ടത് അത് ചെയ്തുകൊണ്ടും അതിന്റെ രീതിയിൽ നിങ്ങൾ ഓതുക. അതിനാണ് ഭംഗി. അങ്ങനെ ഓതുന്നത് ഖത്തം തീർക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും മനോഹരമായി നമുക്ക് ഓതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല രീതിയിൽ ഓതി തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിരക്ക് കൂട്ടിയിട്ട് അതിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമസ്സലാ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവർ, എന്നിട്ട് അവർക്ക് നൽകിയതിൽ നിന്നൊരു ഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, സിർറൻ വഅലാനിയ, അവര് രഹസ്യമായിട്ടും കൊടുക്കും പരസ്യമായിട്ടും കൊടുക്കും. പള്ളിയിൽ ഇമാമ് പറയും, ഒരു പാവപ്പെട്ട രോഗി വന്നിട്ടുണ്ട് കൊടുക്കണം, അപ്പൊ ആള് കാണുന്നുണ്ടെന്ന് എഴുതിയിട്ട് കൊടുക്കാതിരിക്കൂല. വീട്ടിൽ സ്വകാര്യമായിട്ട് ഒരാൾ വന്നാൽ അവിടെയും കൊടുക്കും. അങ്ങനെ പരസ്യമായിട്ടും സ്വകാര്യമായിട്ടും കൊടുക്കുന്നവർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണത്. ഏത് കച്ചവടത്തിനാണ് സഹോദരങ്ങളെ നഷ്ടമില്ലാത്തത്? ഏത് കച്ചവടം ചെയ്ത ആൾക്കാർ എന്താ പറയാ, ചിലപ്പോ ലാഭമായിരിക്കും, ചിലപ്പോ നഷ്ടമായിരിക്കും. ലാഭം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ കച്ചവടം ഉണ്ട്. അങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടോ? ദുനിയാവിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ഇല്ല. എന്നാൽ ഈ ബിസിനസ് നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു പേജ് ഖുർആൻ ഓതിയാൽ, ഇന്ന് എത്ര മക്കള് സുബഹിക്ക് ശേഷം ഖുർആൻ ഓതി? എത്ര പേര് സുഹൂറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് എണീറ്റിട്ട് ഒരു 10 പേജ്, ഒരു 5 പേജ് ഒരു തവണ ഓതി തീർക്കാൻ നമ്മൾ ഒരു ദിവസം എത്ര ഓതണം? അത് കുറച്ച് സുബഹിക്ക്, കുറച്ച് ദുഹറിന്, കുറച്ച് അസറിന് അങ്ങനെ ഓതാൻ തീരുമാനിച്ചാൽ ഒരു പ്രയാസമില്ല. അങ്ങനെ എത്ര നമ്മൾ ഓതാൻ വേണ്ടി തീരുമാനിച്ചു, അതിനുവേണ്ടി എത്ര പ്ലാൻ ചെയ്തു, എത്ര പദ്ധതി തയ്യാറാക്കി, എത്ര പേര് തുടങ്ങി. റമദാൻ പകല് 2 ആയി. ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ റമദാൻ
ഷൂന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. വലിയ പണിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും. നമുക്കറിയാലോ, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് എത്ര പെട്ടെന്നാ പുതിയ റമദാൻ വന്നത്. പെട്ടെന്ന് തീരും. തീരുമാനിച്ചിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ തീരുമാനമായിട്ട് നമുക്ക് കടന്നുറങ്ങാം. അല്ല, തീരുമാനിച്ചോ തുടങ്ങിയോ എങ്കിൽ അവരുടെ കച്ചവടം നഷ്ടമില്ലാത്ത കച്ചവടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, എന്താ അതിന്റെ ലാഭത്തിന്റെ തോത്? ഒരാൾ ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ ഫലഹു ബിഹി ഹസന വൽ ഹസന ബിഅശ്രി അംസാലിക, ഒരു ഹർഫ് ഓതിയാൽ 10 കൂലി, 10 കൂലിക്ക് ഒരു ഹർഫ് ഓതിയാൽ 10 കൂലി, 10 കൂലിക്ക് 10 പുണ്യം. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ, അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ ഞാൻ പറയുന്നില്ല അത് ഒരു ഹർഫാണല്ലോ, മറിച്ച് അലിഫുൻ ഹർഫ് ലാമുൻ ഹർഫ് മീമുൻ ഹർഫ്, മൂന്നിനും 30 കൂലി. അപ്പോ എത്രയാ കൂലി? നഷ്ടം സംഭവിക്കാത്ത ഒരേ ഒരു കച്ചവടം വിശുദ്ധ ഖുർആനുമായി റമദാനിൽ നാം സ്ഥാപിക്കുന്ന ബന്ധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ റളിയല്ലാഹു പഠിപ്പിക്കുന്നു, മസലുൽ ലദീന യഖറഉൽ ഖുർആന വഹുവ ഹാഫിദൻ മഅ സഫറ അൽ കിറാമിൽ ബറ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്കുള്ള പ്രതിഫലം എന്താണ്? അവർ സമാദരണീയരുടെ കൂടെയാണ്, പുണ്യവാന്മാരുടെ കൂടെയാണ്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ മനോഹരമായിട്ട് ഓതാൻ സാധിക്കുന്നില്ല, പക്ഷെ പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞ് സൂറത്തുൽ ബഖറയിൽ ഓതുന്നുണ്ട്, തെറ്റോ എന്നുള്ള പേടിയുണ്ട്, ശ്രദ്ധിച്ചോതുന്നുണ്ട് ഓരോ സൂറത്തും. അങ്ങനെ ഓതുന്ന ആൾക്ക് 2 കൂലി കിട്ടും. അപ്പൊ പ്രയാസപ്പെട്ട് ഓതിയാൽ കൂലി കുറയല്ല ചെയ്യാ, ആ പ്രയാസത്തിന് കൂടി കൂലി കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധ, സമയം അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ തീരുമാനിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു പറയുന്നുണ്ട്, ലൗ തഹറത്തിൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം ക്ലീൻ ആണെങ്കിൽ, ഖുർആൻ കേൾക്കാൻ സജ്ജമാണെങ്കിൽ, മനസ്സതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എങ്കിൽ, മാ തസ്ബഅത് മിൻ കലാമില്ല, എത്ര കേട്ടാലും ഖുർആൻ നിങ്ങൾക്ക് മതിയാവില്ല. ചിലപ്പോ രാത്രിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാതിരിക്കങ്ങോട്ട് ഓതാൻ തുടങ്ങിയിട്ട് ഒരു 10 പേജ് ഓതിയിട്ട് നിർത്താനായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ നിർത്താൻ തോന്നിയില്ല. ഞാൻ അങ്ങനെ ഓതിയിട്ട് ഭാര്യ സുഹൂറിന് എണീക്കുന്നത് വരെ ഓതി. ചിലപ്പോ ചിലർ പറയാറില്ലേ, അല്ലെങ്കിൽ രാവിലെ സുബൈസ്കരിച്ച് അങ്ങോട്ട് ഓതാനിരുന്നതാ, സുബൈസ്കരിച്ച് ഉറങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ എപ്പോഴാ വിളിക്കേണ്ടത്, ആരാ വിളിക്കേണ്ടത്, എന്തിനാ വിളിക്കേണ്ടത്, ചിലർക്ക് ഒരു ഉത്തരവ് ഉണ്ടാവില്ല. അങ്ങനെ ഉറങ്ങാൻ തീരുമാനിച്ചാൽ റമദാൻ ഉറങ്ങി തീർക്കാം. അതിന് പകരം സുബൈക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് ഓതാൻ തീരുമാനിച്ചു. വേണമെങ്കിൽ പകൽ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമെങ്കിൽ കുറച്ച് സമയം ഓതിയിട്ട് നമുക്ക് ഉറങ്ങിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ ചെയ്യാനൊന്നും പ്രശ്നമല്ല. പക്ഷേ സുബൈക്ക് ശേഷം ഇരുന്നിട്ടുള്ള ഓത്തിൽ അങ്ങനെ ഓതിയിട്ട് എത്രയാ ഓതിയ എനിക്കറിയില്ല, പഠിച്ചോണ്ട് ഞാൻ ഒരുപാട് ഓതി. അങ്ങനെ നമ്മുടെ ഹൃദയം അതിനനുസരിച്ച് തുറന്നാൽ നമുക്ക് നിർത്താൻ തോന്നാത്ത അത്രയും ആസ്വാദനം ഖുർആൻ ഓതുന്ന ഒരാൾക്ക് ഖുർആനിൽ ലഭിക്കും. അതാണ് ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഖുർആൻ ഓതാൻ വേണ്ടി ആൾക്കാർ ഒരുമിച്ച് കൂടി. അത് ഒന്നിച്ചൊരു ഖുർആൻ ക്ലാസ് എന്നുള്ള നിലക്കാവാം, ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ഖുത്ബ എന്നുള്ള നിലക്കാവാം, ഒരു ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നതാവാം. ഇവിടെ ഒരാളും അവിടെ ഒരാൾ അങ്ങനെ 10-20 ആൾക്കാർ ഇങ്ങനെ ഓതുന്നുണ്ട്, അങ്ങനെയാവാം. ഇനി ഖുർആൻ ക്ലാസ് ആകാം, യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന ബൈനഹും, അവർ ഓതുന്നുണ്ട്, പരസ്പരം സംസാരിച്ച് ആ ഖുർആൻ ക്ലാസ് പോലെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരിലേക്ക് അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങി വരും. അള്ളാഹുവിന്റെ കാരുണ്യവുമായി മലക്കുകൾ വന്ന് അവരെ പൊതിയും. മലക്കുകൾ അവരെ കവർ ചെയ്യും. അള്ളാഹിന്റെ അടുക്കല് ഉള്ള ആളുകളോട് അഥവാ മലക്കുകളോട് അള്ളാഹ് പറയും, കുന്നുമ്മലപ്പള്ളിയില് 10-25 ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. സുബഹി നിസ്കരിച്ച് തുടങ്ങിയതാണ്, ഇപ്പൊ 8 മണിയായി 8:30 മണിയായി, അവർ നിർത്തിയിട്ടില്ല. അല്ലെങ്കിൽ ജുമാക്ക് ശേഷം ഓതാൻ തുടങ്ങിയതാണ്, അവരിപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പടച്ച റബ്ബ് അവിടെ വെച്ചിട്ട് തന്റെ കൂടെയുള്ള മലക്കുകളോട് പറയുമ്പോ അതിന് നമ്മളെ പേര് വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഖുർആൻ ഓതുന്നവരുടെ പ്രത്യേകത. ഇതിനെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. അപ്പോ ഒന്നാമത്തേത് ഖുർആൻ കേൾക്കുക, രണ്ടാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുക, മൂന്നാമത്തെ കാര്യം ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര മനഃപ്പാഠമാക്കുക. നമ്മുടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നവരാ,
മദ്രസയിൽ ഉസ്താദ് പറയും ഇന്ന സൂറത്ത് റമദാൻ ഹിഫ്ളാക്കണം കേട്ടോ. നമ്മളും പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചവര് ഉണ്ട് ഒരുപാട്, അതിന് ശേഷം പഠിച്ചവര് കുറെ ആൾക്കാരുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ പഠിച്ചിട്ട് മറന്നു പോയവരുണ്ട്. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനുള്ള അവസരമാണ് ഈ വിശുദ്ധ റമദാൻ. കുറച്ച് സമയം എന്തായാലും നമുക്ക് കിട്ടുമല്ലോ. ആ കിട്ടുന്ന സമയത്ത് ഓതുന്നതോടൊപ്പം പാരായണം ചെയ്യുന്നതോടൊപ്പം കുറച്ച് സമയം ഹിഫ്ളാക്കാൻ വേണ്ടി എത്ര നമുക്ക് പറ്റുന്നത്. ഒന്നാമത്തെ അവസാനത്തെ ജുസു ആണോ സൂറത്ത് നബ ഉൾക്കൊള്ളുന്ന അമ്മ ജുസു അതാണോ, തബാറക്കന്റെ അതാണോ, ഏത് നമുക്ക് പറ്റിയ സൂറത്ത് റഹ്മാനാണോ, സൂറത്തുൽ വാഖിയാണോ, യൂസഫ് ആണോ, ഏതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിൽ നിന്ന് പറ്റുന്നില്ല ഹിഫ്ളാക്കുക. കാരണം എന്താ നിങ്ങള്, നാളെ പരലോകത്ത് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഈ നോമ്പിന്റെ ഒക്കെ കൂലി കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടി. സ്വർഗത്തിൽ നമുക്ക് അങ്ങോട്ട് കേറിയിട്ട് നമ്മളോട് പറയാണ് വക്കറ ഇനി ഓദിക്കോ. എവിടുന്ന്? സ്വർഗത്തിൽ കേറിയിട്ട് പറയാണ് വിശ്വാസികളോട്, അള്ളാഹു അത് കേൾക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. സ്വർഗത്തിലെത്തിയിട്ട് പറയാണ് ഇനി ഓദിക്കോ, വർത്തക്കി ഓതി കേറിക്കോ. എങ്ങട്ട്? സ്വർഗത്തിന്റെ മോളിലെ തട്ടിക്ക്. സ്വർഗത്തിന്റെ തട്ട് മേലേക്കാണ്, നരകത്തിന്റെ തട്ട് താഴേക്കാണ്. നരകത്തിന്റെ താഴേക്ക് പോകും തോറും അതിന്റെ കാഠിന്യം കൂടും. സ്വർഗത്തിന്റെ മുകളിലേക്ക് പോകും തോറും അതിന്റെ സുഖം കൂടിക്കൂടി വരും. ഏറ്റവും മുകളിലാണ് അമ്പിയാക്കൾ ഉണ്ടാവുക, ഔലിയാക്കൾ ഉണ്ടാവുക, ശുഹദാക്കൾ ഉണ്ടാവുക, സ്വാലിഹീങ്ങൾ ഉണ്ടാവുക. അങ്ങോട്ട് ഓതി കേറിക്കോ എന്ന് അള്ളാന്റെ മലക്കുകൾ പറയും, അല്ലെങ്കിൽ അള്ള പറയും കമാ കുന്ത തുറത്തിൽ ദുനിയാവിൽ ഈ ഓതിയില്ലായിരുന്നോ, അതേപോലെ ഓതി കേറിക്കോ. എന്നിട്ട് പറയാണ് സ്വർഗത്തിൽ നിന്റെ പദവി ഏതാണെന്നറിയോ? നീ ഓതിങ്ങനെ കേറിയിട്ട് അവസാനം നീ പഠിച്ച ആയത്ത് ഓതുമ്പോ എവിടെയായി എത്തിയത്, അതാണ് സ്വർഗത്തിൽ എന്റെ സ്ഥാനം. അപ്പൊ ഖുർആൻ മൊത്തം ഹിഫ്ളുള്ള ഒരാള് അത് ആ ഈണത്തിൽ ഇങ്ങനെ ഓതി പോവുകയാണെങ്കിൽ ആ ഖുർആൻ തീരുന്നത് വരെ അയാൾ ഓതിയാൽ ഒരു പക്ഷെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിൽ അയാൾക്ക് എത്താൻ പറ്റും. എന്നാൽ ആകെ അയാൾക്ക് കുല്ലുല്ലാഹു അഹദും ഖുല്ലാറബ്ബിൻ നാസും ഖുല്ലാറബ്ബിൽ ഫലക്കും പിന്നെ ഇദാജായും സബീസ്മന്റെ കുറച്ചും അങ്ങനെയൊക്കെ ഉള്ളുവെങ്കിലോ ഓതി തുടങ്ങുമ്പോഴേക്കും തീരും. അവിടെ ഏറ്റവും തിരക്കുള്ള സ്ഥലയിക്കാരം. സ്വർഗത്തിൽ കുറച്ച് സ്ഥലം കിട്ടിയാൽ അത് വലിയ കാര്യം തന്നെയാണ്. ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ കിട്ടുന്നവൻ വലിയ ഭാഗ്യവാൻ എന്നാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. പക്ഷെ എന്നാലും ആ സ്വർഗത്തിൽ എത്തുമ്പോൾ നമുക്ക് എന്തായാലും തോന്നും, പടച്ചവനെ കുറച്ചും കൂടി ചെയ്തിനെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മേലേക്ക് കയറായിരുന്നല്ലോ, കുറച്ചും കൂടി ചെയ്യായിരുന്നല്ലോ എന്ന് തോന്നല് ഒരു സംശയവുമില്ല. എങ്കിൽ അതിനുള്ള സമയമാണ് ഇപ്പം. അവിടെ വെച്ച് പടച്ചവൻ പറയാണ് ഓദിക്കോ, ഹിഫ്ള് അനുസരിച്ച് കേറിക്കോ. അതുകൊണ്ട് കുറച്ച് ഹിഫ്ളാക്കി വെക്കാൻ നോക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഇമാമത്തിന് കുടുങ്ങുന്ന നേരത്തെ ആൾക്കാർ ബാക്കിക്ക് വലിയും. കാരണം എന്താ, ളുഹറും അസറും ആണെങ്കിൽ ഞാൻ നിന്നോളാം, മഗ്‌രിബ് ഇശാഉം ആണെങ്കിൽ മൂപ്പര് നിന്നോട്ടെ. കാരണം എന്താ, മൂപ്പർക്ക് ഓതാൻ കിട്ടുള്ളൂ. ഒറ്റക്കൊക്കെയാണ് നമ്മൾ ഓതും, മുന്നിൽ നിന്ന ഒരു പേടിയാണ്. ആ പേടി മാറാൻ ഒറ്റ വഴിയുള്ളൂ, നിന്ന് ശീലാക്കുക. വേറൊരു വഴിയില്ല. ബാങ്ക് കൊടുത്ത് ശീലമില്ലാത്ത ഒരാൾക്ക് ബാങ്ക് കൊടുക്കാൻ വരെ പേടിയേക്കാരം. ഇതുവരെ ബാങ്ക് കൊടുക്കാത്ത ഒരാളോട് നിങ്ങൾ ഒരു ളുഹറിന് ഒരു ജുമാഅത്തിന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു നോക്കി, പ്രയാസം. നേരത്തെ കൊടുത്ത് ശീലിച്ച ഒരാൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒറ്റക്ക് ബാങ്ക് കൊടുക്കാൻ നമുക്കൊക്കെ അറിയില്ലേ. പക്ഷെ ആൾക്കാരെ മുമ്പിൽ നിൽക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് കേൾക്കുമ്പോൾ നമ്മളെ ധൈര്യം അവിടെ ചോർന്നു പോകും. അതിന് ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ് ചെയ്യുക. ഏതായാലും ഖുർആൻ ഓതി അതിനെ കൃത്യമായി നമ്മൾ കഴിയുന്നത്ര ഹിഫ്ളാക്കുക, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുക. അത് മാത്രമാണ് അതിനുള്ള മാർഗം. ആ രീതിയിൽ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ കാര്യം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഖുർആൻ? എന്തിനാണ് അള്ളാഹു ഇതുപോലെ ഒരു ഖുർആൻ അവതരിപ്പിച്ചത്? ഇത് നമ്മുടെ കാറ്റലോഗാണ്. ഒരു കാറ്റലോഗ് നമുക്കറിയാം. ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ, ഒരു AC വാങ്ങുമ്പോൾ, ഒരു ഗ്രൈൻഡർ വാങ്ങുമ്പോൾ, ഒരു മിക്സി വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു വർക്കിംഗ് മാനുവൽ കിട്ടും. എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുക? ഒരു ലാപ്ടോപ്പ് അതൊന്നും നോക്കാതെ എവിടെങ്കിലുമൊക്കെ സ്വിച്ച് ഇട്ട് എവിടെങ്കിലുമൊക്കെ ഓണാക്കി എവിടെങ്കിലുമൊക്കെ ഓഫാക്കിയാൽ ആ ലാപ്ടോപ്പ് അധികം മുന്നോട്ട് പോകില്ല. അത് ഏത് മെഷീനും അങ്ങനെയാണ്. അതിനൊരു വർക്കിംഗ് മാനുവൽ ഉണ്ട്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ വർക്കിംഗ് മാനുവൽ, ജീവിത രേഖയാണ് വിശുദ്ധ ഖുർആൻ. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എണീക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ സലാം പറയണം, എങ്ങനെ കൈ കൊടുക്കണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കാൻ പാടില്ല. A to Z ഇതിനകത്തുണ്ട്. അതിനുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അത് അനുസരിച്ച് അത് പഠിക്കുക എന്നുള്ളതാണ്
അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമാനി മൊഴിയുടെ തഫ്സീർ നമ്മളെ വീട്ടിലും ചിലപ്പോൾ ഉണ്ടാകും, പള്ളിയിൽ എന്തായാലും ഉണ്ടാവും. പഠിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. ചെറിയ മുണ്ടവും പറപ്പൂരും കൂടി തയ്യാറാക്കിയ ഖുർആന്റെ പരിഭാഷ അവൈലബിൾ ആണ്, വേണമെങ്കിൽ മൊബൈലിൽ കിട്ടും. പക്ഷെ എത്ര പേർ ഖുർആന്റെ അർത്ഥം ഒരു തവണ വായിച്ച് കേട്ടിട്ടുണ്ട്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമാനി മൗലവിന്റെ തഫ്സീർ ആ 8 വാല്യം ഒന്ന് വായിച്ചു തീർക്കാൻ എനിക്ക് സാധിക്കണേ എന്ന നിലക്കൊന്ന് തുടങ്ങാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? മക്കള് നമുക്ക് പറ്റിയിട്ടുണ്ടോ? ശ്രദ്ധിക്കുക. സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്നാണ് നമ്മൾ തീരുമാനിക്കുക? എന്നാണ് നമ്മൾ തുടങ്ങുക? ഇനി എന്നത്തേക്കാണ് നമ്മൾ കാത്തിരിക്കണത്? എപ്പോഴാ ആയുസ് തീരുക? കഴിഞ്ഞ റമദാനിന് ഭൂമിന്റെ മുകളിലുള്ളവര് ഇപ്പൊ ഭൂമിന്റെ അടിയിലാണ്. അടുത്ത റമദാനിന് നമ്മൾ ഭൂമിന്റെ മുകളിലോ അടിയിലോ ആർക്കാ അറിയാം? അറിയില്ല. അതിന്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ പറ്റുമോ? അല്ലദീന ആമനു തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിലൂടെ മാത്രമാണ് ഹൃദയത്തിന് ശാന്തി ലഭിക്കുക. വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ, അള്ളാഹു വിശ്വസിച്ച ഖുർആനിലേക്ക് ഇറങ്ങുന്നതിലൂടെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായ ഖുർആൻ ഇതാ നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു, ലിയദ്ദബ്ബറു ആയാതിഹി, ആ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധി ഉള്ളവന്മാർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി, ചിന്തിക്കുന്നതിന് വേണ്ടി, ആലോചിക്കുന്നതിന് വേണ്ടി, അതിനുള്ളതാണ് ഖുർആൻ. അപ്പൊ ആ ഖുർആൻ നമ്മൾ ആലോചിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു സൗദിന്ന്, ചൈനക്കാരനാണ് അയാൾ. നമുക്ക് ചൈനീസ് ഭാഷയിൽ ഒരു ലെറ്റർ 6 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അയച്ചു, ഇന്ത്യക്ക് അയച്ചു. ആ ചൈനീസ് ലെറ്റർ നമ്മൾ പോക്കറ്റിൽ ഇട്ട് കൊണ്ടെടുക്കുകയാണ്. വായിച്ചു നോക്കിയോ? ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, ചൈനീസാണ്, എനിക്കറിയില്ല. ചൈനീസ് അറിയുന്ന ഏതെങ്കിലും ഒരാളെ നോക്കിയോ? ഇല്ല, നോക്കിയിട്ടില്ല. ചൈനീസ് ഗൂഗിളിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. ഈ ലെറ്റർ നമ്മൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് എടുക്കുക. എന്താണ് ഈ ചൈനക്കാരൻ നമുക്ക് കത്തെഴുതിയിരിക്കുന്നത്? അതിൽ പറഞ്ഞത് എന്താന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ഈ ഖുർആനിൽ പടച്ചോൻ നമ്മളോട് പറഞ്ഞത് എന്താന്നുള്ളത് അറിയാൻ ചൈനയ്ക്ക് പോണ്ട, ഗൂഗിളിൽ പോണ്ട. നമ്മളെ കയ്യിൽ പരിഭാഷ ഉണ്ട്, നോക്കിയിട്ട് പഠിക്കണ്ടേ? നമ്മളെ ഡ്യൂട്ടി അല്ലേ ചെയ്യണ്ടേ? എന്നത്തേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവാന്മാരാവുക. 4ാമത്തെ കാര്യം ഖുർആൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. 5ാമത്തെ കാര്യം ആ ഖുർആനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഖുർആൻ അനുസരിച്ച് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിങ്കൽ നിന്നുള്ള മാർഗദർശനം വന്നു കഴിഞ്ഞാൽ അതിനെ പിൻപറ്റിയാൽ അവൻ വഴി തെറ്റിപ്പോവുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവൻ അവന് പ്രയാസകരമായ ജീവിതമായിരിക്കും ലഭിക്കുക. പ്രയാസം അവൻ ദുനിയാവിൽ തന്നെ അനുഭവിക്കും. അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥം കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കാത്തവൻ നാളെ പരലോകത്ത് അന്ധനായിട്ട് വരും, കണ്ണ് കാണാത്തവനായിട്ട് വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇന്ന് കാഴ്ചയുള്ളവൻ, ഇന്ന് കണ്ടവൻ ഈ നീലാകാശത്തിന്റെ മനോഹാരിതയും കടലിന്റെ ഭംഗിയും പൂക്കളുടെ സുഗന്ധവും എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചവൻ നാളെ പരലോകത്ത് കണ്ണില്ലാതെ വരും. കാല റബ്ബി ലിമ ഹസർതനി അഅമാ, അവൻ ചോദിക്കാണ്, പടച്ചോനെ എന്തിനാണ് നാഥ ഈ കോടിക്കണക്കിന് മനുഷ്യരുള്ള പരലോകത്ത് നീ എന്നെ അന്ധനായി കൊണ്ടുവന്നത്? തമ്പുരാനെ, എന്തിനാണ് എന്നെ ബ്ലൈൻഡ് ആക്കിയത് നാഥ? റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറ, ദുനിയാവിൽ എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ റബ്ബേ, എല്ലാം കാണാൻ പറ്റിയിരുന്നല്ലോ തമ്പുരാനെ. ഖാല കദാലിക അതതിക ആയാതുനാ, അതേടാ ദുനിയാവിന്ന് എന്നോട് ആവർത്തിച്ച് പറഞ്ഞു, പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ തന്നു. നിന്റെ സുഹൃത്തിന്റെ മരണം നിനക്ക് ദൃഷ്ടാന്തമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നീ പങ്കെടുത്ത മയ്യത്ത് പരിപാലനം നിനക്കുള്ള ദൃഷ്ടാന്തമായിരുന്നു. നീ രക്ഷപ്പെട്ട അപകടങ്ങളുടെ ലിസ്റ്റ്, ഇതൊക്കെ നിനക്കുള്ള വാണിംഗ് ആയിരുന്നു, താക്കീതായിരുന്നു. അങ്ങനെ നിനക്ക് നിരന്തരമായി താക്കീതുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ഖുർആൻ നീ വായിച്ചെങ്കിലും ശ്രദ്ധിച്ചില്ല, പഠിച്ചില്ല, അതനുസരിച്ച് ജീവിച്ചില്ല. അന്ന് നീ എന്നെ മറന്നു. ഞാൻ തന്ന കാഴ്ച നീ ഈ ഖുർആൻ കാണാൻ വേണ്ടി ഉപയോഗിച്ചില്ല.
ഞാൻ തന്ന കേൾവി ഈ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. ഞാൻ തന്ന നാക്ക് ആ ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിച്ചില്ല. ഞാൻ തന്ന ശരീരാവയവങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. എന്നെ നീ മറന്നില്ലേ? എന്നെ നീ മറന്നില്ലേ? ഇന്ന് ഞാൻ അന്നെ മറക്കുക. ഇന്ന് എനിക്ക് കാഴ്ച തരേണ്ട ബാധ്യത എനിക്കില്ല. ഇങ്ങോട്ടിട്ടാൽ അങ്ങോട്ടും. അന്ന് നീ എന്നെ മറന്നു, ഇന്ന് ഞാൻ നിന്നെ മറന്നു. കയ്യിലക്ഷ്യം. ആ രീതിയിൽ പരലോകത്ത് ചെന്ന് ചാടുന്ന ദുരവസ്ഥ സംഭവിക്കാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു പക്ഷെ 20-ാമത്തെ റമദാൻ, 30-ാമത്തെ റമദാൻ, 40-ാമത്തെ റമദാൻ, ചിലർക്ക് 50-ാമത്തെയോ 60-ാമത്തെയോ ഒക്കെ റമദാൻ ആയിരിക്കാം ഇത്. ഈ റമദാനിലും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, പഠിക്കാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും അന്ധരാവുന്നതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹ് നൽകിയ നിഅമത്താണ് ഈ കൊല്ലം ഈ ഭൂമിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാനും നടക്കാനും ഈ പള്ളിയിൽ വരാനും അള്ളാഹ് നമുക്ക് തന്ന തൗഫീഖ്. അതുകൊണ്ട് തീരുമാനിക്കുക, തുടങ്ങുക. കുറെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി തുടങ്ങാതിരുന്നാൽ നഷ്ടത്തിലേക്കായിരിക്കും നമ്മുടെ പോക്ക്. തുടങ്ങുക, പ്രവർത്തിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.